ഒരു സാധാരണ സ്കൂൾ ദിവസം യൂണിഫോം ധരിച്ച് ബാഗിൽ ഉച്ചഭക്ഷണം കരുതി സ്കൂളിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഒരു 16-കാരി. പക്ഷേ ആ യാത്ര സ്കൂളിലേക്കായിരുന്നില്ല. അത് നമ്മളെല്ലാം നടക്കുന്ന ഒരു ദാരുണ വാർത്തയായി മാറി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കുട്ടിയുടെ മരണത്തെക്കാൾ വലുതായി ഓൺലൈൻ ബന്ധങ്ങൾ, മാനസിക സമ്മർദ്ദം, നമ്മൾ കാണാതെ പോകുന്ന കുട്ടികളുടെ ലോകം എന്നിവയെക്കുറിച്ചാണ്. സ്കൂളിലേക്ക് പോയ +1 വിദ്യാർത്ഥിനിയെ വീടിനടുത്തുള്ള പാറമേടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ചോറ്റാനിക്കരയിലെ ദാരുണ സംഭവം കേരളത്തെ നടുക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു ഓൺലൈൻ ബന്ധവുമായി ബന്ധപ്പെട്ട് മാനസിക വിഷമമാണ് ഈ ദുരിതത്തിലേക്ക് നയിച്ചതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ സൂചനയുണ്ട്. രാവിലെ പതിവ് പോലെ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ആദിത്യ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. സ്കൂൾ യൂണിഫോം ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം. പാറമടയുടെ കരയിൽ സ്കൂൾ ബാഗ് ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടത്. ബാഗിനുള്ളിൽ ഉച്ചഭക്ഷണവും കരുതിയിരുന്നു. അതേസമയം പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ യുവാവിന്റെ മരണത്തിൽ മനം നൊന്താണ് ജീവനൊടുക്കിയത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഈ വീഡിയോ വഴി ഞങ്ങൾ ശ്രമിക്കുന്നത് വാർത്ത പറയുന്നതിനോടൊപ്പം ഓൺലൈൻ ബന്ധങ്ങളുടെ അപകടങ്ങൾ, കുട്ടികളുടെ മാനസികാരോഗ്യം, മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും ജാഗ്രത എന്നിവയെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനാണ്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ ദയവായി സഹായം തേടുക. ഈ വീഡിയോ ഒരു മുന്നറിയിപ്പായി മാറട്ടെ, ഒരു ജീവൻ രക്ഷിക്കാനുള്ള ചർച്ചയായി മാറട്ടെ.